ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെർബൽ ടൂത്ത് പൗഡർ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് മസാലക്കൂട്ടുകളും കൂടിയാണ് ഈ പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാ റെഡിയാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3 ഗ്രാമ്പു ആണ് അത്, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഒരു 5 കുരുമുളക്, പിന്നെ കുറച്ച് ഇലകൾ വേണം. അത് മാവിന്റെ ഇല, പിന്നെ പേരയില, പിന്നെ കുടവന്റെ ഇല. മാവില എടുത്തേക്കണത് 25 എണ്ണം, പേരയില 25 എണ്ണം, പിന്നെ കുടവന്റെ ഇല ഒരു 10 എണ്ണം. പിന്നെ മാവില ഇത് ഞാൻ പഴുത്ത് വീണേക്കണ മാവില പറക്കി വെച്ചിട്ട്, അതുപോലെ തന്നെ പേരയിലയും പഴുത്തത് എടുത്തു വെച്ചിട്ട് അത് തണലത്തിട്ട് ഉണക്കി വെച്ചേക്കുന്നതാണ്. എന്നിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി വെച്ചേക്കുന്നതാണ്. കൊടവന്റെ ഇല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നമ്മുടെ തൊടിയിലേക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടംപോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കൊടവന്റെ ഇല. അത് തണ്ടോടുകൂടി തന്നെ പറിച്ച് ഉണക്കി വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം തണലത്തിട്ട് ഉണക്കിയേക്കുന്നതാണ് ഇലകളൊക്കെ. എന്നിട്ട് ഇതിനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഴുത്ത ഇല എടുത്ത് എന്നിട്ട് അത് തണലത്തിട്ട് ഉണക്കുക. നേരിട്ട് സൺലൈറ്റ് കൊള്ളാതെ ഉണക്കി വെച്ചേക്കുന്നതാണത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇതിനകത്ത് എല്ലാ ഐറ്റംസും പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, ചെറിയൊരു തരിതരിയായിട്ട് നമുക്ക് കിട്ടണം. ഇതാണ് അതിൻ്റെ പരിപാടി. ഇനി അവസാനം ഇതിനകത്തേക്ക് ലേശം കുറച്ച് പൊടിയുപ്പ് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അധികം നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചാണ് ഞാനിത് റെഡി ആക്കിയിരിക്കുന്നത്. മാവിലയും പേരയിലയും കുടവൻ്റെ ഇല, അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു ലൈക്ക് തരിക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.